പുതുവർഷം കാണാൻ കവിളുമാ നാളത്തെ നേരം. നമസ്കാരം. ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഈ പറയുന്ന രേണു സുധി എന്ത് ചെയ്താലും, എന്ത് കോപ്രായങ്ങൾ ചെയ്താലും, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ചീത്തയായിക്കോട്ടെ, എന്ത് വൃത്തികേടുകളായിക്കോട്ടെ, എന്ത് തോന്നിവാസമായിക്കോട്ടെ, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. കൊള്ളാം, സൂപ്പർ അടി, സൂപ്പർ, അയ്യോ പാവം, രണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് പിന്നീട് ഉള്ള രേണുവാണ്, അവളെ എന്തിനിങ്ങനെ നിങ്ങൾ ക്രൂശിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ഈ ഒരു വീഡിയോ. ഞാനിത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്നലെയായിരുന്നു നമ്മുടെ കൊല്ലം സുധിയുടെ 2ാം ആണ്ട് അല്ലേ. അന്ന് സത്യം നമുക്ക് അറിയാലോ, ഒരാളുടെ ആണ്ടെന്ന് വരച്ചിട്ട് 2ാമത്തെ വർഷം തികയുന്നു. ആ സമയത്ത് നമ്മൾ ആൾക്കാരെ വിളിക്കും, നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കും. അവിടെ ഒരു ദുഃഖമായിട്ട് ചില വീട്ടിൽ പള്ളിക്കാരാണെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പൂജ, അങ്ങനെയൊക്കെ നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ പൂജ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രേണു സുധി നടത്തിയത് അടിപൊളിയായിരുന്നു. രേണു സുധിയുടെ ആ ഒരു ചടങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതോ ഒരു കല്യാണ പിന്നെ ചടങ്ങോ അങ്ങനെ എന്തോന്നാണ്, എന്തോ ഒരു ഫെയർവെൽ പാർട്ടി പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുള്ള കാരണങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു സാധനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് 2 പറയണമെന്ന് തോന്നി. മനസ്സിലായോ? നമുക്ക് ഈ റിയാക്ഷൻ ചാനലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെന്ന് നടന്നിട്ട് കാര്യമില്ല. ഇതുപോലുള്ള കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമുക്കറിയാം, ഈ പറയുന്ന ഈ രേണു സുധിയുടെ വീട്ടില് എന്ത് ചെയ്തു, കുറെ മീഡിയ മൊത്തം ആയിരുന്നു, തിന്നുന്നതും ഉടുക്കുന്നതും കൂറുന്നതും മൊത്തം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ മീഡിയകളുടെ ഒരു പ്രളയമായിരുന്നു. ഒരു ലോഡ് വീഡിയോ, പല മീഡിയകളിൽ നിന്ന് ഒരു ലോഡ് വീഡിയോകൾ വന്നിട്ടുണ്ട്. പലരും പറഞ്ഞു വീഡിയോകൾക്ക് വേറെ പിന്നീട് നാണമില്ലേ, ഇവരെന്തിനാണ് അവിടെ പോയി ഇങ്ങനെ ഈ ഒരു മരണ വീട്ടിൽ പോയിട്ട് ഈ പറയുന്ന ഷൂട്ട് ചെയ്യുന്നത്. സത്യമാണ്, ഈ പറയുന്ന സത്യമാണ്. നാണമില്ല ഈ മരണ വീട്ടിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ചടങ്ങ് നടക്കുന്ന വീടുകളിൽ പോയി എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയതാണ്. ആര്? നമ്മുടെ രേണു ചേച്ചി വിളിച്ചു വെച്ച്, ബാ നാളെ ഇന്നതാണ്, രാവിലെ തൊട്ട് ഞാൻ ഉറക്കം ഇരിക്കുന്നത് തൊട്ട് ഞാൻ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ക്ലിപ്പായിട്ട് ഇടണം എന്നുള്ളതാണ്. അപ്പോ ആദ്യം ഇവര് രേണു പറഞ്ഞ ആ ഒരു ക്ലിപ്പിംഗ് നമുക്ക് ഇവിടെ വെക്കാം. അതായത് വളരെ സന്തോഷത്തോടു കൂടി, വളരെ സങ്കടത്തോടു കൂടി വിളിക്കുകയാണ്, നാളെ എന്റെ ചേട്ടന്റെ 2ാമത്തെ ആണ്ടാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്ന രേണു സുധിയുടെ ഒരു വീഡിയോ നമ്മളിവിടെ വെക്കാം. അപ്പം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നാളെ എല്ലാരും വരുമോ? 5-ാം തീയതി ചടങ്ങുണ്ട് ചോദിച്ചോണ്ട് എന്നെ വന്നപ്പോ തന്നെ എന്നെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. പറയണ്ടായിരുന്നു, അപ്പൊ തികയത്തില്ല. കുഴപ്പമില്ല കേട്ടോ, വന്നില്ലേലും എനിക്കറിയാം, തിരക്കാന്നറിയാം. നാളെ എല്ലാവരും വരും. അതായത് ഇത് വിളിക്കുന്ന കേട്ടതൊന്നും എനിക്ക് മനസ്സിലാവുന്ന ഫീൽ ആവുന്നത് എന്താണ്, ഏതോ കല്യാണ എന്തോ ഒരു ഫംഗ്ഷന് വിളിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് രേണു സുധി ഈ പറയുന്ന രേണു സുധി വിളിച്ചത്. ശരി, ഓക്കെ, 2 കൊല്ലമായില്ല, ആ ഒരു സങ്കടം ഇപ്പം കാണുന്നില്ല. ഒരു ചടങ്ങ് പോലെ നടത്തുന്നു, ശരി, ഓക്കെ. ആ സങ്കടം ഇതുവരെ പിന്നെ തുടർന്ന് പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഹാപ്പിയോടുകൂടി വിളിക്കാം, ശരി, ഓക്കെ, അതവിടെ സംഭവിച്ചു. പക്ഷെ അവിടെ ചെന്നിട്ട് നിങ്ങൾ കാണിച്ച ചില കാര്യങ്ങളുണ്ട്. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കാണിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് ഒരു ഡ്രാമ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ഡ്രാമ പിന്നെ രേണു സുധി, അതായത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ അടുത്ത് വന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിവിടെ വെക്കാം. ലക്ഷ്മി നക്ഷത്രം സമ്മാനിച്ച സാധാരണ രീതിയിൽ തന്നെ എടുത്തപ്പോ തന്നെ ഒരു മണം ഉണ്ടായി. ഇത് കണ്ടിട്ട് നമുക്ക് സങ്കടം, പാവല്ലേ പറയുന്ന എന്താണ് സുധിച്ചേട്ടന്റെ ഓർമ്മകളിൽ പറയണത്, സങ്കടപ്പെട്ടിരിക്കുന്ന രേണുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്, നല്ല ദുഃഖമുണ്ട്. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ തെവിട്ടി പിന്നെ വരുന്നുണ്ട്. പിന്നെ രേണു കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്, അതുകൂടി വേണമെങ്കിൽ ഞാൻ കാണിക്കും കേട്ടോ. അതിനുശേഷം രേണു കരയുന്നുണ്ട്, പ്രാർത്ഥന സമയത്തൊക്കെ രേണു ഇങ്ങനെ കരഞ്ഞ് മെഴുകുന്നുണ്ട്, അതുകൂടി കാണിക്കും. കരച്ചിലല്ല, കണ്ണീരൊന്നും വരുന്നില്ല. ഓക്കെ, ഞാൻ വിചാരിച്ച് കരയാണെന്ന്. കരഞ്ഞല്ല, അതിങ്ങനെ സങ്കടപ്പെട്ട് നിന്നതാണ്, കണ്ണീരൊന്നും വരുന്നില്ല, കരഞ്ഞ്, ശരി, ഓക്കെ, അവിടെ ഓക്കെ. ഇതൊക്കെ കണ്ട് അഭിനയമാണെങ്കിലും 4 പേരെ കാണുമെങ്കിലും അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയില്ല. അതിന് ശേഷമാണ്, ഈ ചടങ്ങുകൾക്ക് ശേഷമാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് സംഭവം നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പാർട്ടി തുടങ്ങുന്ന അവിടെയാണ്. മറ്റൊരു സ്ഥലത്ത്, അതായത് ഈ പറയുന്ന ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കിച്ചു ഇവിടെ ഇല്ല.
കിച്ചു അച്ഛന്റെ വീട്ടാണ്. അവിടെ എങ്ങനെയാണ് ചടങ്ങ് നടന്നത് എന്നുള്ളതും കൂടി ആദ്യം കണ്ടതിന് ശേഷം ഇവരുടെ ബാക്കി കലാപരിപാടികൾക്ക് കാണാം. ഓക്കെ, ഇതാണ് ഈ പറയുന്ന സുധിയുടെ വീട്ടിൽ നടന്ന ചടങ്ങ്. ഇതാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന ചടങ്ങ് ഇതാണ്. പക്ഷേ രേണു സുധിയുടെ വീട്ടിൽ അതിനുശേഷം നമ്മുടെ ഈ അലൻ ജോസ് പെരേര ഉണ്ടല്ലോ, ഒരു പിരി പോയി കിടക്കുക. അവൻ മെന്റല എന്നാ ഞാൻ പറയുള്ളൂ. ചെറിയ ഒരു പിരി പോയി കിടക്കുന്ന അവൻ വന്നിട്ടുണ്ട്. അവൻ വന്ന് അവിടെ ചെയ്യുന്ന കോപ്രായങ്ങളും അതിനുശേഷം ഈ രേണു സുധിയുടെ കുറെ കോപ്രായങ്ങളുണ്ട്. അതെല്ലാം കൂടി നിങ്ങൾ കാണണം. പ്രത്യേകിച്ച് അവളെ സപ്പോർട്ട് ചെയ്യുന്നവരത് കാണണം. ഇതിനും നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും അതൊന്ന് കാണണം. ഓക്കെ, അത് അലൻ ജോസ് പെരേരയുടെ ആദ്യം ചെസ് നമ്പർ 1 അലൻ ജോസ് പെരേര ഡാൻസ് വിത്ത് മ്യൂസിക് കേൾക്കാം. മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ പാടും. എന്തൊരു ചിരി ബാക്കിക്കുന്ന ആള് ചിരിച്ച് തള്ളയാണ്. ഇവിടെ ഇത് ആ ചടങ്ങിന്റെ അന്ന് കളിച്ച കളിയാണ്. ചുറ്റും നിൽക്കുന്നവർ, അതായത് ഈ പറയുന്ന ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നവരാണ്. ഈ ചുറ്റും നിൽക്കുന്നവർ നിന്ന് കൈയടിച്ച് എന്ത് ചെയ്യുന്നു, കൈയടിക്കുന്നവരൊക്കെ ചിരിച്ചങ്ങ് ആസ്വദിക്കുകയാണ്. ഈ മരമണ്ടൻ 5 വയസ്സേരെ വിവരമോ വിദ്യാഭ്യാസമോ പിന്നെ നോർമലോ അല്ലാത്ത ഈ നാറി വന്നിരുന്ന് അവിടെ കളിക്കുകയാണ്. ഇവനെ ഞാൻ കുറ്റം പറയില്ല, അവൻ അങ്ങനെ തന്നെയാണ്. ഇവനെ ഈ പറയുന്ന അവസരോചിതമായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എവിടെ എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഇവനെ അറിഞ്ഞുകൂടാ. ഇവന് ചെറിയ ഒരു ലൂസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ കുറ്റം പറയുന്നില്ല, ഇവനെ അതിന് പ്രേരിപ്പിച്ചവരാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാം, ഒരാൾ കൈയടിക്കുന്നുണ്ട്. ആ കൈയടിക്കുന്ന വ്യക്തിനെയാണ് നിങ്ങൾ കാണാൻ. ആ കൈയടിക്കുന്ന വ്യക്തിയെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആരാണ് അവിടെ നിന്ന് ഇങ്ങനെ ഈ പറയുന്ന അലൻ ജോസ് പെരേരയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞെട്ടും. പുതുവർഷം കാണാൻ നാളത്തെ നേരം കേൾക്കാനും നേരം ഒരു ഉളുപ്പുണ്ടോ രേണു നിനക്ക്? ഉളുപ്പ്, ലേശ ഉളുപ്പ് നിനക്കുണ്ടോ? അവിടെ നിന്ന് കൈയടിക്കുക, മറ്റാരും കൈയടിക്കുന്നില്ല. ഇതിനുശേഷം വീണ്ടും ഞാൻ വെക്കുന്ന. അതിനുശേഷം ഇവനെ കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുന്നു, എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഡാൻസ് പ്രോഗ്രാം കാഴ്ചവെച്ചാൽ വളരെ നന്ദി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. രേണു, ഇത് നീ ഇത് ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കാനുള്ളത്. ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കാൻ. നല്ല പുളിച്ച തെറിയാണ് എന്റെ വായിൽ വരുന്നത്, മനസ്സിലായോ? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് നിൽക്കാത്തത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ സ്നേഹം. ഇതാണ് സുധിയേട്ടൻ, ഈ പറയുന്ന പിന്നെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം ഇത്രയേ ഉള്ളൂ. അവിടെ വരിക, രാവിലെ വന്നു എന്ത് ചെയ്യുന്നു, ഈ ക്യാമറമാരെല്ലാം വിളിച്ചു വരുന്നു, അവരെ ഫ്രണ്ടിൽ കരയുന്നു, രാവിലെ എഴിച്ചു പോകുന്നു. അതൊക്കെ ആ ക്ലിപ്പിംഗ് ഒക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുക. എഴിച്ചു പോകുന്നു, ഓട്ടയിൽ ഇറങ്ങുന്നു, പിന്നെ കരഞ്ഞൊഴുകുന്നു. ഈ പറയുന്ന എന്താണ് നമ്മുടെ പിന്നീട് സ്പ്രേയെ കുറിച്ച് പറയുന്നു, മറ്റതാണ് മറിച്ചതാണ് പറഞ്ഞു. അതിനുശേഷം തൊട്ടടുത്ത നിമിഷം 1 മണിക്കൂർ കഴിയുമ്പോൾ എന്താണ്, ഇവിടെ പാട്ടും കൂത്തുമാണ്. ഇവിടെ പാട്ട് കൂത്ത്, റീൽ എടുക്കുക. അതിനിടയിൽ കൂടി പിന്നീട് ചോറൂണൽ പരിപാടിയുണ്ട് കേട്ടോ. ചോറ് കൊടുക്കൽ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ ഒരു കലാപരിപാടി ഞാൻ കാണിച്ചു തരാം. ചോറ് കൊടുക്കൽ പരിപാടി, അതായത് ചോറൂട്ടൽ പരിപാടി. ആദ്യം അത് ഞാൻ വെച്ച് തരാം കേട്ടോ. ഭാര്യ ചിരിക്കണ എന്താടാ? ചേച്ചി അനിയത്തിക്ക് സംസാരിച്ചിട്ടൊന്ന് മറന്നുപോയി. ഇതാണ് വാരി കൊടുക്കൽ ചടങ്ങാണ്. ആദ്യം നമ്മുടെ കുഞ്ഞനീതിന് വാരി കൊടുക്കുകയാണ്. ഭാര്യ അവിടെ ഇരുന്ന് കിണിക്കുന്നുണ്ട്. ഭാര്യ കിണിക്കുന്ന എന്റെ സഹോദരിയാണ്. ഇതുപോലെ പല സഹോദരിയും വരും. ഈ പൊന്നു സഹോദരി കേൾക്കുക, ഇതുപോലത്തെ പല സഹോദരിയും വരും, ഇങ്ങനെ വാരി കൊടുക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. വളരെ ഈ ഒരു മെന്റാലിറ്റി ആയിട്ട് പോട്ടെ, നല്ലതായിട്ട് ജീവിക്കൂ. അപ്പൊ എന്തായാലും വാരിക്കൊടുക്കൽ ചടങ്ങാണ്. ആദ്യം നമ്മുടെ കുഞ്ഞനിയന് വാരി കൊടുക്കുന്നു. കുഞ്ഞനിയെ അവിടെ നിന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാർ ബന്ധം, അങ്ങനെ നിങ്ങൾ കാണാവൂ. അപ്പൊ ഒരു ഭ്രാന്ത് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്,
ഞാൻ അവന് അവന് ഞാൻ അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നു. എന്നറിയുമോ? അവൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവനാണ് ഓർമ്മിക്കുന്നത്. സഹോദരനാണല്ലോ, സഹോദരിക്ക് എന്ത് കൊടുക്കാത്തതെന്ന്. ഇവനിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു. രേണു പിന്നെ എയറിലായിരുന്നു. പുള്ളി പറഞ്ഞ് ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രേണു എനിക്ക് മറന്നു, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ മറന്നു, അതുകൊണ്ട് സഹോദരിക്കും കൂടി കൊടുക്കുകയാണ്. സംസാരത്തിന്റെ ഇടയിൽ സഹോദരന് കൊടുക്കാൻ മറന്നില്ല, സഹോദരിയുടെ കേസ് മറന്നുപോയി. പിന്നെ സഹോദരി ഉണ്ടല്ലോ നമ്മുടെ, പിന്നീട് ഈ പറയുന്ന സഹോദരി, അതായത് ഈ പറയുന്ന കഥാനായകന്റെ ഭാര്യ, അവര് പിന്നെ ഊട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അവര് പിന്നെ തിരിച്ചു ഒരു ഊട്ടൽ പരിപാടിയായിരുന്നു. കേൾക്കാം, അതുകൂടെ കാണാം. അയ്യോ എന്റെ അമ്മയാണ് ഇതുപോലത്തെ പ്രകർശനം. എന്റെ പൊന്ന സഹോദരി രേണുവിന് ഊട്ടിക്കൊടുത്തില്ല, സ്വന്തം മകൾക്ക് ഊട്ടിക്കൊടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് വീട്ടിൽ കൊണ്ട് ഊട്ടിക്കൊടു. മനസ്സിലായോ? ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടു റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ്. ഈ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടല്ലേ, ഈ ഇട്ട പോസ്റ്റ്, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് ഇത് മാഞ്ഞു പോകത്തില്ല, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെയാണ്. ഇനിയും വേറെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ സ്നേഹം, ഇത്രയൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ്. ഇത് ദൈവമായിട്ട് കാണിച്ചുന്ന ഒരു സംഭവമാണ്. അവരുടെ മനസ്സിൽ ഒരു നുള്ള സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ, ശുചിയായിട്ടൊരു നുള്ള സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കോപ്രായം ഈ പറയുന്ന അലൻ ജോസ് പെരേരയും കൊണ്ട് കാണിക്കത്തില്ലായിരുന്നു. ഇതിനുശേഷം അവർ കുറെ റീൽസ് എടുക്കുന്നുണ്ട്, മനസ്സിലായി, റീൽസ് എടുക്കുന്നുണ്ട്, പാട്ട് കൂത്ത്, ഇത്രയേ ഉള്ളൂന്നേ, ഇതേ ഉള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ സങ്കടം ഉള്ളവർക്ക് പറഞ്ഞ കിച്ചുവിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സുധിയുടെ വീട്ടിൽ പോയാൽ അറിയാം. അതാണ് അവര് ചെയ്തതാണ്. മനസ്സിലായി? അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ചടങ്ങ് അവരവിടെ റീൽസ് എടുക്കുന്നില്ല, അവരവിടെ പാട്ടും കൂത്തൊന്നും നടത്തുന്നില്ല. ആണോ? നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ചടങ്ങെന്ന് പറയുന്നത്. ഇവിടെ ഉള്ള മീഡിയസിനെ എല്ലാം വിളിച്ചു വരുത്തി കൊണ്ട് എന്തായാലും ഈ പറയുന്ന ഇവരുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, വെൽഡൺ സപ്പോർട്ട്. ഇപ്പം കഴിഞ്ഞ ഒരു ഭാര്യ വീണ എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞാനുമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കേൾക്കൂ. ഇതെന്നെ കള്ളം ചുമ്മാ ഈ രേണുവിന്റെ കേസിൽ ചുമ്മാ ഞാൻ രേണു ആദ്യ വിവാഹം മറച്ചു വെച്ചു, ഇതുവരെ തുറന്ന് സംഭവിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നത്. രണ്ടാമത്തെ കല്യാണമാണ് സുധീരമായിട്ട് നടന്നതെന്ന് രേണു പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഈ പറയുന്ന സുധി ഒരു ഭാര്യ ഈ പറയുന്ന വീണ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ലീഗലാണെന്ന് കൃത്യമായിട്ട് രേണുവിന് അറിഞ്ഞുകൊണ്ട് രേണു എന്ത് ചെയ്തു, അതും കള്ളം പറയുകയാണ്. ഇപ്പോഴും ആ പെൺകുട്ടി അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുകയാണ്. അവർ ഈ പറയുന്ന ഒരു മോശമായ സ്ത്രീ ആയിരുന്നു. ഈ പറയുന്ന ആരാണ് നമ്മുടെ ഈ സുധി വെച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കൊല്ലം വരെ വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് ഇനിയും രേണു പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഒരാളെ കുറിച്ച് ഇടുമ്പോഴേ കൃത്യമായിട്ട് വസ്തുനിഷ്ഠ ഇതൊന്നും അല്ല, ഒരു ലോഡ് എടുത്ത് എടുക്കാനുണ്ട്, വിത്ത് വോയിസ് വരെ നമ്മളിൽ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണല്ലോ. വെറുതെ ഒരാളെ വന്ന് വിമർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കുറിച്ച് നമുക്കൊന്നും കിട്ടാനുമില്ല. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളവര് സപ്പോർട്ട് നല്ലതിന് നല്ലതെന്ന് പറയണേ. അവള് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ വിമർശിച്ചാലേ അവരെ തെറ്റ് തിരുത്തത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ അതിനെ ഇങ്ങനെ മൂട് നായിക്കൊണ്ടെന്ന് അവൾ ഇതിന്റെ അപ്പുറം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എത്ര പറയണം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.